ഇനി മുഖ്യമന്ത്രിയുമായുള്ള വാക്പോരാട്ടത്തിൽ KSU പക്ഷം പിടിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പ്ലീഡർ നിയമനത്തിൽ SFIക്കാരും BJPക്കാരും ഇടം പിടിച്ചത് എങ്ങനെയെന്ന് അറിയാൻ അവകാശമുണ്ടെന്ന് ജിൻഡോ ജോൺ തുറന്നടിച്ചു. കോൺഗ്രസ് നേതാക്കൾ KSUവിലൂടെ വന്നവരാണെന്ന് ദീപ്തി മേരി വർഗീസ് ഓർമ്മിപ്പിച്ചു. അതേസമയം CPM അജണ്ട നടപ്പാക്കുന്നുവെന്ന് ആരോപിച്ച് ജിൻഡോ ജോണിനും VR അനൂപിനുമെതിരെ രാജു P. നായർ KPCCക്ക് പരാതിയും നൽകി. KSU അധ്യക്ഷനോടുള്ള മുഖ്യമന്ത്രിയുടെ അവഗണനയിൽ നിരാശയിലാണ് ഒരുപറ്റം യുവ നേതാക്കൾ. ചിലർ അത് തുറന്നു പ്രകടിപ്പിച്ചു, ചിലർ ഉള്ളിലൊതുക്കുന്നു. രാഷ്ട്രീയ നിയമനങ്ങളിൽ രാഷ്ട്രീയം തന്നെയാകണം നിലപാടെന്ന് DCC സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ ജിൻഡോ ജോൺ നിലപാട് വ്യക്തമാക്കി. മുൻപ് നേതൃത്വത്തെ വിമർശിച്ചിരുന്ന PT തോമസിനെയും G. കാർത്തികേയനെയും VD സതീശനെയും കണ്ടു വളർന്നവരാണ് ഈ തലമുറ. പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ പ്ലീഡർമാരാക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ജിൻഡോ തുറന്നു പറഞ്ഞു. ബൂത്തിൽ കയറി പ്രവർത്തിക്കാനും നാട് നീളം നടന്ന് പ്രസംഗിക്കാനും ഈ കോൺഗ്രസ് ആണെന്ന അഭിമാനത്തോടെ പറയാനും ഒക്കെ ആളുകൾ ഉണ്ടാകണമല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ പ്രയാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും നടുവിൽ നിന്ന് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. അവർക്ക് ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യങ്ങൾ അവശേഷിക്കാൻ പാടില്ല. അവരുടെ മുമ്പിലൂടെ CPMകാരും BJPക്കാരും ഒക്കെ നിയമനങ്ങളിൽ, രാഷ്ട്രീയ നിയമനങ്ങളിൽ വന്നുകൂടാ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലൂടെ വന്നവരാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഓർമ്മിപ്പിച്ചു. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്നവരാണ്. ചുരുക്കം 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും KSU എന്ന മഹാപ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ KSUയിലൂടെ വന്നവരാണ്. സമര പോരാട്ടങ്ങൾ നടത്തി കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് ജയിൽവാസം അനുഭവിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ സമരങ്ങളൊക്കെ നടത്തി വന്ന ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ്. ജനം പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത സർക്കാരിന് ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ടെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അതേസമയം പ്ലീഡർ നിയമനം, KSU വിഷയം എന്നിവയിൽ വ്യത്യസ്താഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ ജിൻഡോ ജോണിനും VR അനൂപിനുമെതിരെ KPCCയിൽ പരാതിയുമെത്തി. പ്രധാന വിഷയങ്ങളിൽ ഇവരുടെ സമീപനം ടെലിവിഷൻ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മറ്റ് പ്രതിനിധികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന് കാണിച്ച് DCC സെക്രട്ടറിയും വക്താവുമായ രാജു P. നായരാണ് പരാതി നൽകിയത്. ഇരുവരെയും ചർച്ചകൾക്കുള്ള പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നും രാജു ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.